Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ, അവിടെ വരെ വായിച്ചു നോക്കിയോ നിങ്ങള്? കഴിഞ്ഞ ദിവസം എടുത്ത വരെ കാര്യങ്ങളൊക്കെ വായിച്ചോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ വരെ ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇതാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, ഡയാലിസിസ് എന്നാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു? 1940s അല്ലെ? 1940 നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് ആദ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് 1940 അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലെങ്ത് അല്ലെ? ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണത്? ഒന്ന് ബോഡി സൈസ് ആണ് അല്ലെ? രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞേ? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി ആണ്, ശരീരത്തിലുള്ള മാലിന്യത്തിന്റെ അളവ്. പിന്നെ എന്താ പറഞ്ഞത്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെ? എന്ന് വെച്ചാൽ ആ ഒരു രോഗിയുടെ നിലവിലുള്ള രോഗാവസ്ഥ. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ലെ? ഡ്യൂറേഷൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്ന 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് വന്നിട്ട് ARF ആണ് അല്ലെ? അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതെങ്ങനെയാണ് എന്ത്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ? അതായത് പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എന്താണ് വൃക്ക തകരാറിലാവുന്ന ആ ഒരു അവസ്ഥ അല്ലെ? ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ESKD ആണ് അല്ലെ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the patients who have permanently lost the kidney functions അല്ലെ? ശാശ്വതമായിട്ട് തന്നെ, പെർമനന്റ് ആയിട്ട് തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ അവിടെ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെട്ടു പോവാണ് അല്ലെ? പിന്നെ ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം എത്രയിലേക്ക് ചുരുങ്ങുമ്പോഴാണ് നോർമൽ കിഡ്നിയുടെ പ്രവർത്തനം 10 to 15% റിഡ്യൂസ് ചെയ്യുന്നത്, ചുരുങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മള് കിഡ്നിയുടെ ഫംഗ്ഷൻസ് പറഞ്ഞു. പിന്നെ 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? വാസ്കുലർ ആക്സസ് സൈറ്റ് വെച്ചൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് നമ്മൾ ഈ ബ്ലഡിനെ വെളിയിലോട്ട് എടുക്കുന്നതും തിരിച്ച് കയറ്റി വിടുന്നതും ഒക്കെ ഈ ഒരു ആക്സസ് സൈറ്റിലൂടെയാണ് അല്ലെ? അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു AV ഫിസ്റ്റുല. ഓക്കെ, എന്താണ് ബൻഷിറ ചോദിച്ചോ? ഡൗട്ട് എന്താണ്? മെസ്സേജ് ചെയ്തോ? അതായത് 3 ടൈപ്പ് ആണുള്ളത്. AV ഫിസ്റ്റുല ഉണ്ട്, AV ഗ്രാഫ്റ്റ് ഉണ്ട്, പിന്നെ വാസ്കുലർ ആക്സസ് കാത്തീറ്റർ ഉണ്ട്. ബൻഷിറ പറഞ്ഞോളൂ, എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൻഷിറ ചോദിച്ചോ? നോർമലി ഫംഗ്ഷൻ നടക്കുന്ന അത് ഡയാലിസിസ് അതെന്താണെന്ന് പറഞ്ഞു തരുമോ? എന്താണ് ബൻഷിറ? എനിക്ക് ക്ലിയർ ആയില്ലല്ലോ, എന്നോട് പറയോ? മിസ്, ഇന്നലെ ക്വസ്റ്റ്യൻ വന്നതില് മറ്റേ നോർമലി നടക്കുന്ന അതിന് ഡയാലൈസർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? ഓക്കെ മിസ്, 1 മിനിറ്റ്. അപ്പോ നമ്മള് ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? AV ഫിസ്റ്റുല എന്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെ? അതായത് ചിത്രത്തിൽ നമ്മൾ നോക്കി പറഞ്ഞു, ആർട്ടറിയെയും വെയിനെയും തമ്മിൽ സർജിക്കൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് അല്ലെ? അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞത്.
അപ്പോ ആ ഒരു ഫിസ്റ്റുലയെ നമ്മൾ നേരിട്ട് ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ നോക്കൂ, ഹൈ പ്രഷറിൽ ഫിസ്റ്റുലയിലൂടെ എന്ത് വരികയാണ്, ഈ പറയുന്ന ബ്ലഡ്. ഈ ഫിസ്റ്റുലയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. അതായത് ആർട്ടറി പറഞ്ഞു വെച്ചിടാം. Blood is purified inside your own body instead of using a dialyzer machine. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. വെച്ചിട പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ. ഓക്കെ മിസ്, എനിക്കത് ക്വസ്റ്റ്യൻ കണ്ടപ്പോ പെട്ടെന്ന് ക്ലിയർ ആയില്ല, അതുകൊണ്ട് ചോദിച്ചത്. എടുത്ത ഭാഗത്തിൽ നമ്മളുടെ എടുത്ത ഭാഗത്തിന് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ പറഞ്ഞ വെച്ചിട. അത് ഞാൻ അവരോട് പറയാട്ടോ. ഓക്കെ, പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അതാണ് പഠിക്കുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് വെച്ച് തന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് വേറൊരു മെത്തേഡാണ് കേട്ടോ. അത് പെരിറ്റോണിയൽ ആണ്. അതിലോട്ട് നമ്മൾ എത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞാനിനി എനിക്ക് ഇങ്ങനെ കേൾക്കാത്ത ഭാഗമാണോന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ നോക്കി, പക്ഷെ കണ്ടില്ല. ഓക്കെ, അത് നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. അവർക്ക് എത്തിയിട്ടില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും അവര് ഇട്ടയില്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ പറയാം. താങ്ക് യു. അപ്പൊ നമ്മള് ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് AV ഫിസ്റ്റുല നമുക്ക് വായിക്കാം കേട്ടോ. AV ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ. എന്താണ് AV ഫിസ്റ്റുല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. നമുക്കതൊന്ന് വായിക്കാം കേട്ടോ. AV fistula is a surgical connection between an artery and a vein. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഒരു ആർട്ടറിയെ വെയിനെ നമ്മൾ സർജിക്കൽ ആയിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ AV fistula എന്ന് പറയുന്നത് കേട്ടോ. Often, a fistula is created in the arm if the arteries in the arm are not large or healthy enough. It can also be put in the leg. ഇനിയിപ്പോ നമ്മൾ ഇത്തരം സർജറി ചെയ്യുന്നതിനേക്കാൾ ബോഡി പോയി സർജറി ചെയ്യല്ല. പകരം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറി ആദ്യം തന്നെ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്തും. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന AV ഫിസ്റ്റുല, ഗ്രാഫ്റ്റ് അങ്ങനെയുള്ള പ്രൊസീജിയറുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ കൈത്തണ്ടയിൽ, സാധാരണ അത് കൈത്തണ്ടയിൽ നമ്മുടെ ആമിന്റെ ഭാഗത്താണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോ ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ള വെയിനുകള് അത്ര ഹെൽത്തി അല്ലാന്നിരിക്കട്ടെ, ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെ ചെയ്യേണ്ടതായിട്ട് വരും? കാലില് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം എന്നോട് ശ്രുതിയാണെന്നോ നമ്മളോട് ചോദിച്ചത്, കയ്യിൽ മാത്രമാണോ ഇത് ചെയ്യാന്ന് ചോദിച്ചത്. അല്ല, കയ്യില് വെയിനുകള് ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കാലില് ചെയ്യും കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. It is the most natural access site as it's formed from the blood vessels. പിന്നെ ഓർക്കാനുള്ള പോയിന്റ്, ഇതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇതുകൊണ്ടാണ് ഒരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണെന്ന് പറയാൻ കാര്യം ഫോറിൻ ആയിട്ട് ഒന്നും തന്നെ നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ആർട്ടറി, ഹെൽത്തി ആയിട്ടുള്ള ഒരു ആർട്ടറിയെ വേരെയും തമ്മിൽ നമ്മൾ ഒരു സർജറികൾ പരസ്പരം കണക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മളൊരു ഫിസ്റ്റുല അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫോറിൻ എന്തെങ്കിലും പാർട്ട് മെറ്റീരിയൽസോ ഒന്നും തന്നെ നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്, ക്ലോട്ടിങ് വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ്. ഇതിനകത്താണ് AV ഫിസ്റ്റുലയ്ക്ക്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ AV ഫിസ്റ്റുലയിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ഒരു ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഇറ്റ്സ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ് അല്ലെ. കാര്യം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. കാര്യം നമ്മൾ ഫോറിൻ ആയിട്ട് ഒരു മെറ്റീരിയൽസ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ് അല്ലെ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്, ഈ ക്ലോട്ടിങ് വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം എന്താണ് കുറവാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. അതായത് നമ്മൾ ദീർഘകാലം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മളിപ്പോ AV ഫിസ്റ്റുല ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. ഇത് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും പറഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് ഈ പറയുന്ന
ഡയാലിസിസ് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇത് മുറിവ് ഉണങ്ങണം, ഇനി AV ഫിസ്റ്റുല നമ്മുടെ ശരീരമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഏകദേശം ഒരു 3-4 AV ഫിസ്റ്റുല സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണ്. ഇതൊരു സ്ഥിരമായിട്ടുള്ള വാസ്കുലർ ആക്സസ് ആയിട്ടാണ്. ഇതിലൂടെയാണ് പിന്നീട് നമ്മൾ ഡയാലിസിസ് മുഴുവൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ്. തന്നെയാണ് പെർമനന്റ് എന്ന് ഉദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ കാലം നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് AV ഫിസ്റ്റുലയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? AV ഫിസ്റ്റുല ഓക്കെ ആണോ നിങ്ങൾക്ക്? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. കാര്യം ഇവിടെ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ലാസ്റ്റ് സെന്റൻസ് ആണോ? അതായത് ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അതായത് ഇൻഫെക്ഷൻ വരാൻ, ക്ലോട്ടിങ് വരാനുള്ള, അതായത് ഈ ഫിസ്റ്റുലയ്ക്കകത്ത് ക്ലോട്ടിങ് വരാനും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടാണ് അല്ലെ. നമ്മൾ ജസ്റ്റ് ഒരു ആർട്ടറി എടുക്കുന്നു, വേണ്ടി എടുക്കുന്നു, അവയെ തമ്മിൽ പരസ്പരം സർജറിയിലൂടെ കണക്ട് ചെയ്യുന്നു. വേറെ ഫോറിൻ മെറ്റീരിയൽസ് ഒന്നും തന്നെ നമ്മൾ ആ ഒരു അതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യോ അറ്റാച്ച് ചെയ്യോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ്. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. ക്ലോട്ടിങ്ങും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് AV ഫിസ്റ്റുലയെ പറ്റി പറയാനുള്ളത്. അതെ 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 അഫ്ല, ഈ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ കഴിഞ്ഞ് മുറിവ് ഉണങ്ങണം. ഓക്കെ, ഇനി ഈ ഫിസ്റ്റുല എന്ന് പറയുന്ന സംഭവം പിന്നീട് നമ്മൾ ഡയാലിസിസ് മുഴുവൻ ചെയ്യുന്നത് ഈ ഫിസ്റ്റുലയിലൂടെയാണ്. അപ്പൊ ഈ ഫിസ്റ്റുല ഉണങ്ങുന്നത് വരെ സമയം എടുക്കും അതിന്. ഓക്കെ, ടൈം എടുക്കും. പിന്നെ അത് നമ്മുടെ ബോഡി ആയിട്ടൊന്ന് സെറ്റ് ആവാനൊക്കെ ഏകദേശം ഒരു 3-4 മാസങ്ങൾ വരെ എടുക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ എന്താണ് ലോങ് ടേം ഹീമോഡയാലിസിസ്. ലോങ് ടേം ഹീമോഡയാലിസിസ്, കൂടുതൽ കാലം ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് ആയിട്ട് ഏതാണ്? അത് AV ഫിസ്റ്റുലയാണ്. ഓക്കെ, കാരണം കുറെ കൂടി സേഫ് ആണിത്. ഓക്കെ, അടുത്തതാണ് AV ഗ്രാഫ്റ്റ് കേട്ടോ. രണ്ടാമത്തെ വാസ്കുലർ ആക്സസ് ആയിട്ടാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത? വേറൊന്നുമല്ല, ഇവിടെ ആർട്ടറി ആൻഡ് ഹിസ് വെയിൻ ഈസ് കണക്റ്റഡ് ടു എ ഗ്രാഫ്റ്റ്. എന്താണ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. നമ്മൾ ഈ വാക്ക് പുതിയതായിട്ട് കേൾക്കുന്നതല്ല. നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞപ്പോ ക്യാപ്റ്റിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? കാർഡിയോ അല്ലെ, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ക്യാപ്റ്റ്, ബൈപ്പാസ്, ഗ്രാഫ്റ്റിംഗ്, ഗ്രാഫ്റ്റ് അല്ലെ. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ് അല്ലെ. ഒരു ബ്ലഡ് വെസൽ പോലെയുള്ള ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പേര് ക്യാപ്റ്റ് എന്ന് പറഞ്ഞത്, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫ്റ്റ് മുഖേനയാണ് നമ്മൾ ഒരു ആർട്ടറിയെയും വെയിനെയും എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കി, ഒരു ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ കണ്ടോ ഒരു ഗ്രാഫ്റ്റ് മുഖേന. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അത് മുഖേന നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഫിസ്റ്റുലയിൽ അങ്ങനെയായിരുന്നോ? അല്ല. അവിടെ നേരെ ആർട്ടറിയും വെയിനും നമ്മൾ നേരിട്ട് ഒരു സർജറിയുടെ പരസ്പരം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യും അല്ലെ. പക്ഷെ ഗ്രാഫ്റ്റിൽ എങ്ങനെയാണെന്നാ പറയുന്നത്? ആർട്ടറി ആൻഡ് വെയിൻ ഈസ് കണക്റ്റഡ് ടു എ ഗ്രാഫ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴിയായിട്ടാണ് നമ്മളിതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എൻഡ് ആർട്ടറിയിലും കണക്ട് ചെയ്യും, മറ്റേ എൻഡ് വെയിനിലും കണക്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും വെച്ചാല് ഹൈ പ്രഷറില് ഹൈ ഫ്ലോയില് ബ്ലഡ് ഇങ്ങനെ എന്താണ് ഈ ഒരു ഗ്രാഫ്റ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഹൈ ഫ്ലോയില് ഹൈ പ്രഷറില് ഇങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലോയില് ഹൈ പ്രഷറിൽ ഇങ്ങനെ ആർട്ടറിയിൽ നിന്ന് വെയിനിലോട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഗ്രാഫ്റ്റിലൂടെ പാസ് ചെയ്യാണ്. അപ്പൊ അവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നേരത്തെ പോലെ തന്നെ സെയിം പ്രോസസ് ഇവിടെ നടക്കും. ഇതും എന്തിന് ഉപയോഗിക്കുന്നതാണ്? ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, അതെന്തുകൊണ്ടാണ് AV ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത്? ഇൻ കേസ് AV ഫിസ്റ്റുല ചെയ്യാൻ പാകത്തില് വെയിൻ അത്ര ഹെൽത്തി അല്ലാന്നിരിക്കട്ടെ. സാധാരണ നമ്മൾ എപ്പോഴും ഓപ്ഷൻ കൊടുക്കുക AV ഫിസ്റ്റുല തന്നെയാണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി അത് തന്നെയാണ്. പക്ഷെ ഫിസ്റ്റുല ചെയ്യാൻ പാകത്തില് ഇപ്പൊ വെയിൻ ഒട്ടും ഹെൽത്തി അല്ല, വളരെ വീക്ക് ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? AV ഗ്രാഫ്റ്റ് ആണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റുക.
മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ഫിസ്റ്റുല തന്നെയാണ് ഏറ്റവും നല്ലത്, സേഫ് അത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് ആ ഒരു വെയിൻ അത്ര ഹെൽത്തി അല്ല, നമുക്കൊരു സബ്ജക്റ്റീവ് കണക്ഷനിലൂടെ പരസ്പരം നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീടുള്ള ഓപ്ഷൻ ഇതിലോട്ട് പോകും, AV ഗ്രാഫ്റ്റ് ആയിരിക്കും അവിടെ ചെയ്യുക. അവിടേക്ക് പറയുന്ന വെയിനിയ മാർട്ടറിനെ നമ്മൾ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ്, ദാറ്റ് മീൻസ് ഒരു ഗ്രാഫ്റ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു ഗ്രാഫ്റ്റിനെയാണ് നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യുന്നത്? ഡയാലിസിസ് മെഷീനിലൂടെ കണക്ട് ചെയ്യുന്നത്. ഈ ഹൈ ഫ്ലോയിൽ വരുന്ന ബ്ലഡിനെ നമ്മൾ എന്താണ് മെഷീനിലൂടെ കടത്തി വിടുന്നു, പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ഗ്രാഫ്റ്റ് വഴി നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നു. ഇതാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാണിക്കാം. AV ഗ്രാഫ്റ്റ് കേട്ടോ, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഇസ് എ കൈൻഡ് ഓഫ് ആക്സസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ് കേട്ടോ. ഇതും ഈ പറയുന്ന പോലെ ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി നോക്കാം. ദ ഗ്രാഫ്റ്റ് ഈസ് നോർമലി പ്ലേസ്ഡ് ഇൻ ദ ആം ബട്ട് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ലെഗ് ഇഫ് നീഡഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കയ്യില് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ നമ്മൾ ചെയ്യാതെ കാലിലായിരിക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ എന്താണ് AV ഗ്രാഫ്റ്റ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. AV ഗ്രാഫ്റ്റ് ഇസ് ദ കണക്ഷൻ ഓഫ് എ വെയിൻ ആൻഡ് an artery that uses a hollow synthetic tube. That means the graft. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്, ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു ട്യൂബ് ആണ് അത് ഗ്രാഫ്റ്റ്. ഓക്കെ, one end of the tube is attached to an artery. കണ്ടോ, ഒരു എൻഡ് നമ്മൾ ആർട്ടറി ആയിട്ട് കണക്ട് ചെയ്യുന്നു, ആൻഡ് അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ. മറ്റേ അറ്റം എന്താണ്? വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ പരസ്പരം കണക്ഷൻ വന്നല്ലോ. ഓക്കെ, ഇനി എന്താണ്? ദിസ് കണക്ഷൻ റിസൾട്ട്സ് ഇൻ ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ദ ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി through the graft and into the low flow low pressure vein. അപ്പൊ ഇങ്ങനെ ഗ്രാഫ്റ്റിൽ ഘടിപ്പിക്കുമ്പോൾ എന്താണ്? ആർട്ടറിയിൽ നിന്നും ഹൈ ഫ്ലോയില് ഹൈ പ്രഷറിൽ വരുന്ന ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ എന്തിലോട്ട് പോകുന്നുണ്ടാവും? വെയിനിലോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Consequently, the blood flow through the graft provides a flow rate. അല്ലെ, ഇവിടെ ഒരു ഫ്ലോ റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാണ്. That will supply the enough blood to provide a suitable hemodialysis treatment. നല്ല ഫ്ലോയിൽ ബ്ലഡ് വരുമ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെഷീൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലോയിൽ ബ്ലഡിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാനും മെഷീനിലൂടെ കടത്തി വിടാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. An AV graft provides a solution for the small or weak veins. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. AV graft provides a solution for the small or weak veins. ഇപ്പൊ പേഷ്യന്റിന്റെ വെയിനുകൾ വളരെ വീക്ക് ആണ്, എന്ത് ചെറുതാണ്, വളരെ വീക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? AV ഫിസ്റ്റുല നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? AV ഗ്രാഫ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ശരിക്കും ബ്ലഡ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നു, അത് പ്യൂരിഫൈ ചെയ്ത് ബോഡിയിലേക്ക് കടത്തി വിടുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആണ് കേട്ടോ. അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, ബ്ലഡ് ഇങ്ങനെ മെഷീനിലേക്ക് കടത്തി വിടുന്നു, മെഷീൻ തിരിച്ചിങ്ങനെ ബോഡിയിലോട്ട് ഇങ്ങനെ കടത്തി വിടുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. AV ഗ്രാഫ്റ്റിൽ പഠിച്ചു പോകേണ്ട എന്തൊക്കെയാണ്? ഇവിടെ artery and vein is connected to a graft. Okay, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? It is also a permanent എന്താ പറയാ, ഒരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് കേട്ടോ. ഫിസ്റ്റുല പോലെ തന്നെ അത്യാവശ്യം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു മാർഗം തന്നെയാണ് AV ഗ്രാഫ്റ്റ് എന്നും പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഫിസ്റ്റുലക്കകത്ത് റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഫിസ്റ്റുലയിൽ വളരെയധികം കുറവാണ്. പക്ഷെ നമ്മള് ഗ്രാഫ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഫിസ്റ്റുലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ അവിടെ. അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മറ്റേത് പോലെയല്ല, മറ്റേത് കുറെ കൂടി സേഫ് ആണ്. ശരിക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഫിസ്റ്റുലയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എന്താണ്? കൂടുതലാണ്. കാര്യം ഗ്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പുറമേ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ട്യൂബാണ്. ഈ പറയുന്ന ഒരു ഇൻഫെക്ഷൻ വരാൻ ഒരുപാട് ചാൻസസ് അല്ല, ഫിസ്റ്റുല അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചാൻസ് ഇവിടെ കൂടുതലാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാം. ക്വസ്റ്റ്യൻ അകത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്, ദ വാസ്കുലർ ആക്സസ് ആയിട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലോങ് ടേം ഹീമോഡയാലിസിസ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ചിലപ്പോൾ AV ഫിസ്റ്റുല ഉണ്ടായിരിക്കും, AV ഗ്രാഫ്റ്റ് ഉണ്ടായിരിക്കും, വാസ്കുലർ ആക്സസ് കത്തീറ്റർ ഉണ്ടായിരിക്കും, ബോത്ത് A and B ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ് ആൻസർ. കാരണം ഫിസ്റ്റുലയും നമുക്ക് ഉപയോഗിക്കാം, ഗ്രാഫ്റ്റ് ഉപയോഗിക്കാം. രണ്ടും എന്ത് തന്നെയാണ്? ലോങ് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ തന്നെയാണ്.
പിന്നെ ഫിസ്റ്റുലയിലെ പോലെ ഇപ്പൊ വെയിൻ വളരെ വീക്കാണ്, സ്മോൾ ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ആണ് കേട്ടോ. വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ആണ്. എന്താന്ന് നോക്കുന്നത്, വാസ്കുലർ ആക്സിസ് കാത്തീറ്ററിനെ പറ്റി പറയുമ്പോൾ നമ്മള് പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. AV ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 3-4 ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് ഡയാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫിസ്റ്റുലയാണെങ്കിൽ 3-4 മാസങ്ങൾ എടുക്കും. അത് മുറിവൊക്കൊന്നും ആണെങ്കിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. AV ഗ്രാഫ്റ്റ് ആകുമ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് 3-4 ആഴ്ചകളാണ് പറയുന്നത്. 3-4 ആഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ആണ്. ഓക്കെ, എന്താണ് കാത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കാത്ത് ലാബ്, കാത്തീറ്റർ ലാബ് എന്നൊക്കെ പറയും. കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഇസ് സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ട്യൂബ് തന്നെയാണ് കാത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴാണ് നമ്മൾ കാത്തീറ്റർ ചെയ്യാന്നറിയാമോ? അതായത് ഇപ്പൊ ഒരു രോഗി വരികയാണ്, വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ട് ഒരു രോഗി വരികയാണ്. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമുക്ക് അവരുടെ ലൈഫ് രക്ഷിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫിസ്റ്റുല ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ടൈം കിട്ടില്ല. കാര്യം എന്താ, ഫിസ്റ്റുല ആണെങ്കിലും ഗ്രാഫ്റ്റ് ആണെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ വേണം. ഇനി ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ഡയാലിസിസ് ചെയ്യാനൊട്ട് പറ്റില്ല അല്ലെ. എന്തായാലും 3-4 മാസങ്ങൾ അല്ലെങ്കിൽ 3-4 ആഴ്ചകൾ എന്തായാലും എടുക്കണം. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? അതാണ് വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഫിസ്റ്റുല ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ള ടൈം അവിടെ ഇല്ല. എങ്കിൽ നമ്മൾ അവിടെ ഏതായിരിക്കും നമ്മൾ ചെയ്യുക? വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ആയിരിക്കും ചെയ്യുക. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഷോർട്ട് ടൈം, അഫ്ല കറക്റ്റ് ആണ് കേട്ടോ, ഒരു ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാം, ഷോർട്ട് ടൈമിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതത്ര സേഫ് അല്ല. ഇതത്ര സേഫ് അല്ല. കാര്യം നമ്മൾ കാത്തീറ്റർ വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്താണ് വെക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വലത് നെക്കിന്റെ ഭാഗത്ത് മെയിൻ വെയിൻ ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ കാത്തീറ്റർ ഇടുന്നത്. എന്നിട്ടാണ് ഡയാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പർപ്പസിന് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. കാര്യം അങ്ങനെ ചെയ്യുന്നത് അത്ര സേഫ് അല്ല. എന്നുവെച്ചാൽ ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മൾ ഈ പറയുന്ന വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ അതിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. കാര്യം അതാണ് ഏറ്റവും പെർമനന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അത്രയുള്ള എന്നിട്ട് മനസ്സിലാക്കാനുള്ളത് വായിച്ചു നോക്കാം. വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ, it is a flexible tube that is placed in a large vein, usually in your neck, only for the short term hemodialysis. Underline ചെയ്യാം. ബാക്കി രണ്ടിന് എന്താണ്? ലോങ് ടേം ഹീമോഡയാലിസിസ് ആണ്. ഇതാണെങ്കിലോ ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്ന ആക്സിസ് സൈറ്റ് ആണ്. ഏതാണത്? വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ. ഓക്കെ, ഇനി നോക്കൂ. ഇഫ് കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് rapidly, a patient may not have a time for placement for an AV fistula or AV graft before beginning hemodialysis treatment. നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റോ ഫിസ്റ്റുല ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ ആണ് കേട്ടോ. ഇതൊരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഹാസ് എ ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ കേട്ടോ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ 3 മനസ്സിലായോ? വാസ്കുലർ ആക്സിസ് ആയിട്ട് ഇതൊക്കെയാണ് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, then വാസ്കുലർ ആക്സിസ് കാത്തീറ്റർ. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? നെഫ്രോളജിസ്റ്റ്. നമുക്കറിയാവുന്നതാണ് അല്ലെ. നെഫ്രോളജിസ്റ്റ് ആരാണ്? കിഡ്നി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അല്ലെ. അവരെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെഫ്രോളജിസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എ ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി പ്രോബ്ലംസ്.
ഓക്കെ, കിഡ്നി പ്രോബ്ലംസിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, എ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് and performs the venous catheter placement procedure in a hospital or an outpatient center. അതായത് ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഒരു ഔട്ട്പേഷ്യന്റ് സെന്ററില് ഈ പറയുന്ന വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയറുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് ടൂൾസുകള്, ഇമേജിംഗ് ടെക്നിക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇല്ലേ, അവരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്കാൻ ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇല്ലേ, അവരെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് സെന്ററിൽ ഈ പറയുന്ന വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റില്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റില് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ, സാധാരണ ഫിസ്റ്റുല ആണെങ്കിലും കത്തീറ്റർ ആണെങ്കിലും ഗ്രാഫ്റ്റ് ആണെങ്കിലും ഓടിപ്പോയി നമ്മൾ സർജറി ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ നമുക്ക് അവിടെ കണ്ടെത്തണം. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അവർ കറക്റ്റ് ആയിട്ട് സ്കാനിങ്ങും മറ്റുമൊക്കെ നടത്തി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അവർ കണ്ടെത്തും. അന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഫിസ്റ്റുല ആണെങ്കിലും ഗ്രാഫ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സർജറി ഒക്കെ ചെയ്യുന്നത്. ഇൻ കേസ് അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവർ കാലിന് നോക്കും. കാലിന് നോക്കിയിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ കിട്ടിയ അവിടെ ആയിരിക്കും അത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. The patient gets a local anesthesia and a sedation to be calm and relaxed in the course of this procedure. അപ്പൊ സാധാരണ ഇത്തരം പ്രൊസീജിയർ സമയത്ത് സർജറി ആയതുകൊണ്ട് തന്നെ അനസ്തേഷ്യ കൊടുക്കും. ലോക്കൽ അനസ്തേഷ്യ ആണ് കേട്ടോ കൊടുക്കുന്നത്. ലോക്കൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നത്. അപ്പോ ഈ പറയുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ പേഷ്യന്റിന് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വീനസ് കത്തീറ്റേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ദ ലോങ് ടേം യൂസ്. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലെ, വീനസ് കത്തീറ്ററുകൾ ഒരിക്കലും എന്താണ് ലോങ് ടേം യൂസിന് ഒരിക്കലും ഇതെല്ലാം പെർഫെക്റ്റ് അല്ല. കാര്യം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട്, എൻ ഇൻഫെക്ഷൻ ഓർ കോസിംഗ് ദ വെയിൻ ടു നാരോ. ഓക്കെ, അതായത് നമ്മൾ വീനസ് കത്തീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നെക്കിന്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ചെയ്യില്ലേ, അത് ചെയ്യുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവിടുത്തെ വെയിൻ ആണെങ്കിൽ വളരെയധികം ചുരുങ്ങി പോകാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളത് കേട്ടോ. However, if a patient wants to start the hemodialysis right away, a venous catheter will work for the several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ വീനസ് കത്തീറ്റർ സാധാരണ ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നില്ലെങ്കിൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് മെച്ചൂർ ആവുന്നത് വരെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് വീനസ് കത്തീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഒരു കാര്യം ഓർക്കുക, കത്തീറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറും അതോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് മെച്ചൂർ ആവുന്നത് വരെ ഇമീഡിയറ്റ് ഡയാലിസിസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കാം? വീനസ് കത്തീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത നോക്കാം. ബോത്ത് ദ AV fistula and AV graft are outlined for the long term dialysis treatment. നേരത്തെ പറഞ്ഞതാണ് AV fistula AV graft ഒക്കെ ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. People who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, പീപ്പിൾ ഹു റിസീവ് AV grafts will be ready in 2 to 3 weeks. മാറിപ്പോവരുത്, അത് വീക്കാണ്, ആഴ്ചയാണ് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Catheters are outlined for the short-term temporary use. Catheters ആണെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്നത് ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇതോടുകൂടി ഹീമോഡയാലിസിസ് അവസാനിക്കുകയാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ an artery and vein is called, എന്താണ് പറയാ, the vascular access site in which there is a surgical connection between an artery and vein is called, എന്താ പറയാ, ഓക്കെ, AV ഓക്കെ, AV എന്താ പറയാ, AV ഫിസ്റ്റുല. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും AV എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് AV ഫിസ്റ്റുല? എന്താണ് ഞാൻ പറഞ്ഞത്? സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ, അല്ലെ? ദാറ്റ് ഈസ് കോൾഡ് AV ഫിസ്റ്റുല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, the vascular access site in which the artery and vein is connected through a hollow synthetic tube. Which type of vascular access site is? AV graft. Okay, very good. Correct ആണ്. AV graft ആണ്. Okay. Then, which vascular access site has the rarest chance of infection and clotting? Which vascular access site has the rarest chance of infection and clotting? ഇതിലാണ്. Okay, very good. Correct ആണ്. AV ഫിസ്റ്റുലയാണ്. ഗ്രാഫ്റ്റ് അല്ല, AV ഫിസ്റ്റുലയാണ് കേട്ടോ. മെൻഷില ഫിസ്റ്റുലക്കാണ് ഏറ്റവും റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉള്ളത് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ജൂലി, ശ്രുതി, ആര്യ, ശരണ്യ, ആതിര, കറക്റ്റ് ആണ് കേട്ടോ. AV ഫിസ്റ്റുലയാണ്. Then, which vascular access site is used for the short-term hemodialysis? Short-term hemodialysis ഉപയോഗിക്കുന്ന vascular access site ഏതാണ്? ഇതാണ് catheter. Okay, correct ആണ് കേട്ടോ. ആര്യ, ശ്രുതി, ഹീര, കറക്റ്റ് ആണ് കേട്ടോ. അഫ്ല, സനു, ജൂലി, ഓക്കെ, ബൻഷിറ, അഞ്ജലി, ആതിര, ഓക്കെ, അഞ്ജന, കറക്റ്റ് ആണ് കേട്ടോ. catheter ആണ്. ഓക്കെ, അടുത്തത് ഇനി കറക്റ്റ് ആണ് കേട്ടോ. വാസ്കുലർ ആക്സസ് catheter കറക്റ്റ് ആണ്. പിന്നെ which vascular access sites are known as permanent vascular access site? Permanent vascular access site ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ് ആയിട്ട് AV ഫിസ്റ്റുലയും ഉണ്ട്, AV ഗ്രാഫ്റ്റും വരും കേട്ടോ. അതിനകത്ത് AV ഫിസ്റ്റുലയും വരും, AV ഗ്രാഫ്റ്റും വരും. രണ്ടും പെർമനന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വാസ്കുലർ ആക്സസ് catheter എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്തോളൂല്ലോ, കുഴപ്പമില്ല. What is the graft? Graft എന്ന് പറഞ്ഞാൽ എന്താണ്? It is a hollow synthetic tube ആണ് കേട്ടോ. hollow synthetic ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. രണ്ടാമത്തെ ഡയാലിസിസ് നമുക്ക് പഠിക്കാം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതിന്റെ hollow synthetic ട്യൂബ് ആണ്. ഇനി നോക്കാം, രണ്ടാമത്തെ ഡയാലിസിസ് എന്ന് പറയുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. PD എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വായിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നമുക്കത് വായിക്കാം, എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹീമോ ഡയാലിസിസ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് എന്താണെന്നറിയോ പ്രത്യേകത? ബ്ലഡ് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് മേജർ ഡിഫറൻസ് കേട്ടോ. എന്താണ്? ഒരു ഹീമോ ഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ്, ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു ഡയാലിസിസിനെയാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? PD എന്നാണ് ഷോർട്ട് ആക്കി പറയാം. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം എന്താണ് പെരിറ്റോണിയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ പെരിറ്റോണിയം എന്ന് പറഞ്ഞാല്? പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ വയറിന്റെ ഭാഗത്തെ, നമ്മുടെ അബ്ഡോമൻ ഏരിയ, നമ്മുടെ ഉദരത്തിനുള്ളിലെ അവയവങ്ങളെയൊക്കെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു മെംബ്രെയിൻ ആണ് ഇത് പെരിറ്റോണിയം എന്ന് പറയുന്നത്. നമ്മുടെ ബെല്ലി ഏരിയ ആണ് കേട്ടോ. നമ്മുടെ വയറിന്റെ ഭാഗമാണ്. നമ്മുടെ വയറിനകത്ത് ഒരുപാട് അവയവങ്ങളില്ലേ, കക്കുടല്, ചെറുകുടല്, അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതിനെയെല്ലാം തന്നെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം, ഓക്കെ, ഒരു മെംബ്രെയിൻ ആണ് ഇതെന്ന് പറയുന്നത് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഈ പെരിറ്റോണിയത്തില് ഒരു എബിലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ രക്തത്തിനകത്തുള്ള അതിന്റെ ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ്, ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ എന്തിനകത്ത് ഉപയോഗിക്കുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ,
ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ നമ്മൾ എങ്ങനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇപ്പൊ നമ്മള് ഹീമോ ഡയാലിസിസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ആ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. എന്നതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോഴും ചെറിയൊരു സർജറി ആവശ്യമാണ് മുമ്പായിട്ട്. എന്തിനാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് ആദ്യം ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. ആ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സർജറി അവിടെ ആവശ്യമായിട്ട് വരും. അത് മാത്രമാണ് അവിടെ വരുന്നൊരു ടാസ്ക് എന്നുള്ളത്. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് വരുന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അതായത് നമ്മൾ ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത്, നമ്മുടെ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വയറിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതിലൂടെ നമ്മളൊരു കത്തീറ്റർ അകത്തേക്ക് കടത്തിവിടും. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, ചിത്രം നോക്കുക കേട്ടോ. നോക്കൂ, നമ്മുടെ അബ്ഡോമൻ ഏരിയ ആണ് അല്ലെ? ഇതാണ് നമ്മുടെ അബ്ഡോമൻ ഏരിയ. നമ്മുടെ വയറിന്റെ അകത്തുള്ള അവയവങ്ങളെയൊക്കെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ആ സ്ഥലം, മെംബ്രെയിൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ വയറിന്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ് സർജറിയിലൂടെ. എന്നിട്ട് ഇതിലൂടെ നമ്മൾ ഒരു കത്തീറ്റർ ഘടിപ്പിക്കുകയാണ്. എന്താണ് ഘടിപ്പിക്കുന്നത്? ഒരു കത്തീറ്റർ നമ്മൾ ഘടിപ്പിക്കുകയാണ്. ഈ കത്തീറ്ററിനകത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഡയാലിസിസ് ഫ്ലൂയിഡ് പെരിറ്റോണിയത്തിനകത്തേക്ക് കയറ്റിവിടും. ഡയാലിസിസ് ഫ്ലൂയിഡ്. ഈ ഡയാലിസിസ് ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഡയാലിസേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയാ? ഡയാലിസേറ്റ്. അവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഡയാലിസേറ്റ് കേട്ടോ. പീറ്റർ കോഡിന്റെ ഡയാലിസേറ്റ് കേട്ടോ. ഓക്കെ, ഇതേല ഡയാലിസേറ്റ് കേട്ടോ. DIALYSAT ഡയാലിസേറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ ഹീമോ ഡയാലിസിസിൽ എന്താ പറഞ്ഞാൽ അത് ഡയലേസർ ആയിരുന്നു. അത് ഡയലേസർ ആയിരുന്നു കേട്ടോ, മാറിപ്പോകരുത്. ഇത് ഡയാലിസേറ്റ് എന്നാണ് പറയുക കേട്ടോ. ഒരു ഡയാലിസിസ് ലിക്വിഡ് ആണ്. ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഈ കത്തീറ്ററിലൂടെ എന്തിനകത്തേക്ക് കടത്തിവിടുന്ന അറിയോ? നമ്മുടെ പെരിറ്റോണിയത്തിനകത്തേക്ക് കടത്തിവിടും കേട്ടോ. ഈ ഫ്ലൂയിഡ് നമ്മൾ ഇങ്ങനെ നിറയ്ക്കും. അപ്പൊ എന്തുണ്ടാവും വെച്ചാല് നമ്മുടെ ഈ ഒരു അബ്ഡോമന്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ അതിന്റെ അകത്തുള്ള ടിഷ്യൂസിലൂടെയും മറ്റുമൊക്കെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇതിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിനകത്തുള്ള എല്ലാവിധ മാലിന്യങ്ങളും ഈ പറയുന്ന ഫ്ലൂയിഡിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്, അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു മാഗ്നറ്റ്, ഒരു എന്താ പറയാ, മാഗ്നറ്റും അയണും തമ്മിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്യില്ലേ എന്നിട്ട് പോലെ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഈ ബ്ലഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കത്തീറ്റർ ഉപയോഗിച്ച്, ഇതേ കത്തീറ്ററും ബാഗൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്ലൂയിഡിനെ പുറത്തേക്ക് നമുക്ക് ഒഴുക്കിക്കളയാം. ഓക്കെ, ഇത്രയുള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായോ? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അപ്പൊ ഇവിടെ ഒരിക്കലും നമ്മൾ ബ്ലഡിന് പുറത്തോട്ടൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. കീമോ ഡയാലിസിസിൽ പക്ഷെ അങ്ങനെയല്ല, ബ്ലഡിന് കംപ്ലീറ്റ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ അങ്ങനെ വല്ലത് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? ശരീരത്തിനകത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അതിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദരത്തിലുള്ള അവയവങ്ങളെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആദ്യം തന്നെ വയറിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന ഒരു കത്തീറ്റർ നമ്മുടെ വയറിനകത്ത് കൂടെ ഉള്ളിലോട്ട് കയറ്റിവിടാണ്. ഓക്കെ, പെരിറ്റോണിയത്തിനകത്തോട്ട് കയറ്റിവിടാണ്. എന്നിട്ട് ഈ കത്തീറ്ററിലൂടെ നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ്, അതിന് ഡയാലിസേറ്റ് എന്നാണ് പറയാ. ഓക്കെ, ഡയാലിസേറ്റ് ദ്രാവകം നമ്മൾ ഈ കത്തീറ്ററിനകത്ത് കൂടെ പെരിറ്റോണിയൽ അറയ്ക്കുള്ളിൽ അതിനകത്തേക്ക് കയറ്റിവിടാണ്. അങ്ങനെ ബ്ലഡ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതിനുള്ളിലുള്ള വേസ്റ്റും കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസുകളും ഈ പറയുന്ന ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡിനകത്തേക്ക് വരച്ചെടുക്കപ്പെടാണ്, അബ്സോർബ് ചെയ്യപ്പെടാണ്. അങ്ങനെ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൂയിഡ് ഇതേ കത്തീറ്ററും ബാഗ്സും ഉപയോഗിച്ച് എന്ത് ചെയ്യാം? പുറത്തേക്ക് നമുക്ക് ഒഴുക്കി കളയാവുന്നതാണ്. ഓക്കെ, ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ശരിക്കും പറഞ്ഞത് വളരെ ഈസിയാണ്. കാര്യം ഇവിടെ ഒരു സർജറി ചെയ്യുന്ന ഒരു ടാസ്ക് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും.
കാരണം ഈ ഒരു കത്തീഡ്രൽ ഡയാലിസിസ് ഫ്ലൂയിഡ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യുന്നതിന് പറയുന്നത് വീട്ടിൽ വരെ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇത് വളരെ ഇതല്ല, പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ കേരളത്തിൽ ഒരു 11 ജില്ലകളിൽ വരാൻ പോകുന്ന ഒരു പദ്ധതിയായിട്ട് കഴിഞ്ഞ അതിന്റെ 30 വർഷമൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ നല്ലതാണ്, കാര്യം ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടും. അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, അതത്രയേ ഉള്ളൂ കേട്ടോ പെരിറ്റോണിയൽ ഡയാലിസിസ്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാം കേട്ടോ. Peritoneal dialysis. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. Underline ചെയ്യാട്ടോ. ഒരു ഡയാലിസർ മെഷീൻ, ദാറ്റ് മീൻസ് ഹീമോഡയാലിസിന്റെ പോലെ ഒരു ഡയാലിസർ മെഷീന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ബ്ലഡ് എന്താണ് നമ്മുടെ ബോഡിക്കകത്ത് വെച്ച് തന്നെ പ്യൂരിഫൈ ചെയ്യാൻ. For this kind of dialysis, the lining of your abdomen or belly area, അതിന് നമ്മൾ എന്താ പറയാ? പെരിറ്റോണിയം എന്നാണ് പറയാ കേട്ടോ. അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ലൈനിങ് ഓഫ് abdomen or belly area is known as peritoneum. Okay, is used as the filter. ഇത് പെരിറ്റോണിയം ആണ് ഫിൽറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. Before beginning the peritoneal dialysis, a minor surgery is required to place a catheter, that means soft tube, in your belly. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഒരു ചെറിയ സർജറിയിലൂടെ catheter കയറ്റാനുള്ള ഒരു ഓപ്പണിംഗ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. In the course of each treatment, the belly area is little by little filled with dialysate. അപ്പൊ ഓരോ ചികിത്സയുടെ സമയത്തും നമ്മൾ ഈ belly area പെരിറ്റോണിയത്തിനകത്തോട്ട് നമ്മൾ ഡയാലിസേറ്റ് ദ്രാവകം നമ്മൾ ഫിൽ ചെയ്യും അല്ലെ. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ അവിടെ എഴുതിയിട്ടുണ്ട്. എ ക്ലെൻസിംഗ് ഫ്ലൂയിഡ് ആണ്, ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ് കേട്ടോ. ഈ പറയുന്ന വാട്ടർ, സാൾട്ട്, മറ്റുള്ള അഡിറ്റീവ്സിൽ നിന്നൊക്കെ അങ്ങനെയുള്ള മിക്സ്ചറിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ക്ലെൻസിംഗ് ഫ്ലൂയിഡ് ആണ് ഡയാലിസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ ദ കത്തീറ്റർ, കത്തീറ്ററിലൂടെ നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. As blood flows normally through the area, ഈ ഏരിയയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആർ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് ഇൻ ടു ദ ബെല്ലി ഏരിയ ബൈ ദ ഡയാലിസേറ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. പറഞ്ഞില്ലേ, അതിനകത്ത് കൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിനകത്തെ ഇംപ്യൂരിറ്റീസുകളും അധിക ദ്രാവകങ്ങളും കൊണ്ട് ഈ ഡയാലിസേറ്റ് ദ്രാവകത്തിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്, അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഓക്കെ, after a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. നമ്മൾ തുടക്കത്തിൽ ട്രീറ്റ്മെന്റിന് ഉപയോഗിച്ച ആ കത്തീറ്ററും ബാഗുകളും സെയിം ബാഗും കത്തീറ്ററും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഈ പറയുന്ന എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള ഈ ഫ്ലൂയിഡ് നമുക്ക് പുറത്തേക്ക് ഒഴുക്കി കളയാനായിട്ട് സാധിക്കും. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന കത്തീറ്ററുകളും ബാഗുകളും ഡയാലിസിസ് ഫ്ലൂയിഡുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് കോൾഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. PV എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. ക്ലിയർ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് ജനറൽ ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനകത്ത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ആ 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കി. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD കേട്ടോ. അതാണ് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തെ എന്താണ്? CCPD എന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. PD ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ബാക്കി രണ്ടെണ്ണം നോക്കിയാൽ മതി. അടുത്തതാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD അല്ലെ, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 3 ടൈപ്പാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്. 3ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, അതിന് ചോദ്യം വന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. CAPD. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത നോക്കിയേ.
ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വിച്ച് പെരിറ്റോണിയൽ ഡയാലിസിസ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നതാണ് എന്ത്? CAPD കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഇതിന് മെഷീൻ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ. പിന്നെന്താണ്? എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളില് ദിവസത്തിൽ നമുക്ക് 3 or 4 പ്രാവശ്യം, 3 തൊട്ട് 5 പ്രാവശ്യം വരെയൊക്കെയാണ് പറഞ്ഞ എക്സ്ചേഞ്ചസ് നമുക്ക് നടത്താവുന്നതാണ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഫ്ലൂയിഡ് നമ്മൾ എന്താ പറയാ പെരിറ്റോണിയത്തിനകത്തേക്ക് നിറയ്ക്കുന്നതും പിന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ അത് റിമൂവ് ചെയ്ത് കളയും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദ്രാവകം നമ്മൾ ശരീരത്തിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതും പിന്നീട് അതിനുശേഷം നമ്മൾ ആ ദ്രാവകം പുറത്തേക്ക് ഒഴുക്കി കളയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഫില്ല് ചെയ്യുന്നു പിന്നെ അത് നമ്മൾ പുറത്തോട്ട് ഒഴുക്കി കളയുന്നത്, അതാണ് ഒരു എക്സ്ചേഞ്ച് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ. അങ്ങനെ ദിവസത്തിൽ ഒരു 3 തൊട്ട് 5 എക്സ്ചേഞ്ചുകൾ വരെ ചെയ്യാം, പ്രത്യേകിച്ച് ഒരു രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ. അപ്പൊ നിങ്ങൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഇതിന്റെ പേരെന്താ? കണ്ടിന്യൂസ് ആംബുലേറ്ററി എന്നാണ്. ഇവിടെ ആംബുലേറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത്, ആംബുലേറ്ററി എന്ന് അർത്ഥം സഞ്ചരിക്കാവുന്നത്, നീങ്ങാവുന്നത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഡേ ടൈം ആണ്. ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആളുകൾ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. ആ സമയത്ത് നമ്മളൊരു മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. നമുക്ക് ഒരു മെഷീന്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് മെഷീൻ ആവശ്യമില്ല. മെഷീൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആക്ടിവിറ്റികൾ, നമ്മുടേതായ ആക്ടിവിറ്റികൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ആംബുലേറ്ററി ആണ്, സഞ്ചരിക്കാവുന്നത്, നീങ്ങാവുന്നത്, നടക്കാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. ഒരു മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കണം അല്ലെ. അപ്പൊ മെഷീന്റെ ആവശ്യമില്ല എന്നുള്ളത് അപ്പൊ തന്നെ നമുക്ക് ആംബുലേറ്ററി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ചിന്തിക്കാൻ പറ്റും ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ അവിടെ ആവശ്യമില്ല. ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ആ സമയത്താണ് ആളുകൾ അധികം ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡയാലിസിസ് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് പറയുമ്പോൾ എന്താണ്? ആംബുലേറ്ററി നടക്കാവുന്നത്, നീങ്ങാവുന്നത് പറയുമ്പോൾ മെഷീൻ അവിടെ ആവശ്യം വരുന്നില്ല. മെഷീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതിന്റെ അടുത്ത് പോയി ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഉണ്ട് കേട്ടോ. CAPD എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. രോഗി ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് കേട്ടോ CAPD എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അപ്പൊ ഇതിന് എന്താവശ്യമുണ്ട്? മെഷീൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. മെഷീൻ ആവശ്യമായിട്ടുള്ള ഒരു ഡയാലിസിസ് ആണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ഏത്? CCPD എന്ന് പറയുന്നത്. ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഈസ് സ്ലീപ്പിംഗ്. അപ്പൊ രോഗി ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ കുറച്ചധികം നേരത്തേക്ക് അവർ റെസ്റ്റിലായിരിക്കും. സോ ഒരു മെഷീൻ അവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നൈറ്റ് അങ്ങനെ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ഉറങ്ങാം. അപ്പൊ ആ ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് നടന്നുകൊണ്ടിരിക്കും? ഈ പറയുന്ന ഡയാലിസിസ് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. അതേസമയം ഉണർന്നിരിക്കുന്ന സമയമാകുമ്പോൾ അത് CAPD ആണ്. ഇനി ഉറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്? അത് CCPD ആണ് കേട്ടോ. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഓക്കെ. അപ്പൊ ഇതിന് മെഷീൻ ആവശ്യമാണ് കേട്ടോ. അടുത്ത നോക്കൂ, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞ അർത്ഥം ഫ്രീക്വന്റ് ആയിട്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? എക്സ്ചേഞ്ചസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഇന്റർമിറ്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കൂ, ഇറ്റ് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD. ഇതിനും മെഷീൻ ആവശ്യമാണ്. ഏതുപോലത്തെ? CCPD നമ്മൾ ഉപയോഗിച്ച അതേ മെഷീൻ തന്നെയാണ് എവിടെയും ആവശ്യമായിട്ട് വരുന്നത്? IPD ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് വരുന്നത്. ഓക്കെ. ബട്ട് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് ലോങ്ങർ ആയിട്ട് ഇന്റർമിറ്റന്റ് ആണ്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന എന്നാൽ അത്യാവശ്യം ലോങ്ങർ ആയിട്ടുള്ള ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ.
IPD can be done at home. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ബട്ട് ഇറ്റ് ഇസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. പക്ഷെ സാധാരണ എവിടെ ചെയ്യാം? ഹോസ്പിറ്റലിൽ ആണ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇനി ഇന്റർമീഡിയന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അത് എവിടെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഹോസ്പിറ്റലിലായിരിക്കും അത് ചെയ്യുന്നതാണ്. 3 ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? 3 ടൈപ്പ് മനസ്സിലായോ? ഒന്നാമത്തെ ഏതാണ്? CAPD ആണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് ഡസ് നോട്ട് നീഡ് എ മെഷീൻ ആവശ്യമില്ല. അതുപോലെ പേഷ്യന്റ് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് CAPD എന്ന് പറയുന്നത്. അടുത്തതാണ് CCPD. ഫുൾ ഫോം പഠിച്ചു വെക്കാം. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അതെപ്പോഴാണ് ചെയ്യുന്നത്? അത് ഉറങ്ങുന്ന സമയത്താണ്. രോഗി ഉറങ്ങുന്ന സമയത്ത് എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തപ്പെടുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇതിന് എന്ത് ആവശ്യമാണ്? മെഷീൻ ആവശ്യമാണ്. അപ്പൊ ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ ഏതാനും മണിക്കൂറുകളും പിന്നെ അതിൽ ഉറക്കത്തിലായിരിക്കും. അപ്പൊ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയാലിസിസ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടന്നു. ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിന് എന്ത് ആവശ്യമാണ്? ഇത് റിക്വയർസ് മെഷീൻ അവിടെ ആവശ്യമാണ്. ഓക്കെ, ഇന്റർമീഡിയന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? ദിസ് ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാം. പക്ഷെ കൂടുതലും എവിടെയാണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. അതിന് ഇന്റർമീഡിയന്റ് ആയിട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യായിരിക്കും കുറെ കൂടെ സൗകര്യം. ഓക്കെ, ഇത്രയാണ് 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് വരുന്നത്. ഇതിൽ നമ്മൾ കുറെ ഫുൾ ഫോമുകളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ARF എന്താണ്? AKA ഫുൾ ഫോം, ESKD, HD, PD, അതുപോലെ CAPD, CCPD, പിന്നെന്താ IPD. ഇതിന്റെ ഒന്നും ഫുൾ ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഫസ്റ്റ് കിട്ടുന്നത് കാണുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്. പ്രാക്ടിക്കലി പറയുന്നത് ആൾസോ നോൺ ആസ് എക്സ്ചേഞ്ച്. ഇതാണ് എക്സ്ചേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെ. And the number of treatments per day that will differ relying on the type of PD you are using and your medical condition. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഇതിനകത്ത് ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യണം, എന്തൊക്കെ എക്യുപ്മെന്റുകളാണ് ആവശ്യമായിട്ടുള്ളത്, ഒരു ദിവസത്തിൽ എത്ര എക്സ്ചേഞ്ചുകൾ നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അത് മാത്രമല്ല ആ ഒരു രോഗിയുടെ കണ്ടീഷൻസിനെ കൂടെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സിവിയർ ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം കുറച്ച് സിവിയർ കണ്ടീഷൻ ആണ്. അപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കൂടെ ആശ്രയിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഡയാലിസിസ് വേണം, എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം എന്ന് നിശ്ചയിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി നോക്കാം. Normally, this process takes a few hours and required to be repeated 4 to 6 times per day. അത് പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത്. സാധാരണ ഈ ഒരു പ്രോസസ്സിന് ഏതാനും മണിക്കൂറുകളാണ് പിടിക്കുക. ശരിക്കും പെർ ഡേ ഒരു ദിവസം ഏകദേശം ഒരു 4 തൊട്ട് 6 പ്രാവശ്യം വരെ ഈ ഒരു എക്സ്ചേഞ്ചസ് നടത്തേണ്ടതായിട്ട് വരും കേട്ടോ. 6 തൊട്ട് ഒരു 4 തൊട്ട് 6 മണിക്കൂർ 6 പ്രാവശ്യം വരെ നമ്മൾ ഈ ഒരു എക്സ്ചേഞ്ച് എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഇത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു വിഭാഗമായിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ സത്യത്തില് അത് മൂന്നാമത്തെ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാല് ഇതും ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ഡയാലിസിസ് പ്രധാനമായിട്ട് 2 ടൈപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹീമോഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് ABC എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. C എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാമത്തെ ടൈപ്പ് ആണെന്ന്. അത് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതും എന്ത് തന്നെയാണ്? ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമുക്ക് എന്താ നോക്കാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT. ഇത് അടുത്ത ഫുൾ ഫോം ആണ് കേട്ടോ. CRRT. എന്താണ് CRRT? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? This therapy is used. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. This therapy is used mainly in the intensive care unit people with severe kidney failure. മനസ്സിലായോ? അതായത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഇരിക്കുന്ന പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത് കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. കാര്യം ICU പേഷ്യൻസ്, നമ്മൾ ICU ഒക്കെ പഠിച്ചതാണ്, വളരെ സിവിയർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് ഈ അസുഖം മാത്രമല്ല മറ്റു പല അസുഖങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും.
അവരെ സംബന്ധിച്ച് ഒരു റെഗുലർ ഹീമോഡയാലിസിസിന് ഒരു പക്ഷെ അവരുടെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് കുറച്ചുകൂടി ഒരു ആധുനികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. എങ്ങനെയുള്ള രോഗികൾക്കാണ്? ICU പേഷ്യൻസിനാണ് ഈ ഒരു തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഹീമോഫിൽട്രേഷൻ എന്നതിന് പേരുണ്ട് കേട്ടോ. അപ്പൊ CRRT തന്നെയാണ് എന്ത്? ഹീമോഫിൽട്രേഷൻ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ കേട്ടോ. ഇനി നോക്കുക, a machine passes the blood through a tube. A filter then eliminates waste product and water. The blood is returned to the body together with the replacement fluid. അപ്പൊ ഏതുപോലെ തന്നെയാണ്? നമ്മുടെ ഹീമോഡയാലിസിസ് പോലെ തന്നെയാണ്. ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ബ്ലഡിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഫിൽറ്ററിലൂടെ ബ്ലഡ് കടന്നു പോകുന്നു, അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നു, തിരിച്ച് ശരീരത്തിനകത്തോട്ട് കയറ്റി വിടും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ടുഗെദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. അതാണ് ഒരു വ്യത്യാസമായിട്ട് പറയാവുന്നത്. അതായത് നമ്മൾ ഈ ബ്ലഡ് തിരിച്ച് ശരീരത്തിനകത്തോട്ട് കയറ്റി വിടുന്നത് ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബ്ലഡിന് എന്ത് ചെയ്യുന്നത്? ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നത്. ബാക്കിയെല്ലാം ഏതുപോലെ തന്നെ? ഹീമോഡയാലിസിസ് പോലെ തന്നെ. അതായത് ഇവിടെ ബ്ലഡ് നമ്മൾ കടത്തിവിടുന്നത് ഒരു സെറ്റ് ഓഫ് ഒരു ട്യൂബ് സെറ്റിങ്സ്, ഒരുപാട് ട്യൂബുകളൊക്കെ ഉള്ള ഒരു മെഷീൻസിനകത്തേക്ക് തന്നെയാണ് ഇത് കടത്തിവിടുന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്നു. എന്നിട്ട് ഈ ബ്ലഡിനെ തിരിച്ചു കയറ്റി വിടുമ്പോൾ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബ്ലഡിന് ബോഡിക്കകത്തേക്ക് കടത്തിവിടുന്നത്. എന്തിനാ ഈ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് എന്തിനാ മിക്സ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഈ ഒരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ പറയുന്ന ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്ലൂയിഡുകൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനും ആ ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ റീപ്ലേസ്മെന്റ് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അങ്ങനെ മിക്സ് ചെയ്ത് കയറ്റി വിടുമ്പോഴാണ് ഈ പറയുന്ന പേഷ്യന്റ് കുറെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയാ ബോഡി ഫ്ലൂയിഡ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, ആ ലെവൽ ബാലൻസ് ചെയ്യാനും ആ ഒരു ബ്ലഡ് പ്രഷർ ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടുന്നത്. കാരണം ഇത് ICU പേഷ്യൻസ് ആണ്, അത്രയും സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അവരുടെ കണ്ടീഷൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത്തരം റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ബോഡിയിലോട്ട് ബ്ലഡിനെ കടത്തിവിടുന്നത്. ദിസ് പ്രൊസീജിയർ ഇസ് ഡിസ്ചാർജ്ഡ് 12 to 24 hours a day, normally every day. അപ്പൊ ഓർക്കുക, ഇതൊരു 24 hour എന്താ പറയാ പ്രോസസ് ആണ്. അങ്ങനെയുള്ള ഒരു ഡയാലിസിസ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള രോഗികളാണ്. ഒറ്റയടിക്ക് ഒന്നും ഡയാലിസിസ് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപാട് സമയമെടുത്ത് വളരെ പതുക്കെ മാത്രമാണ് ഈ ഒരു പ്രോസസ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 24 hour ഡയാലിസിസ് പ്രോസസ് ആണ്. നിങ്ങൾ ഓർക്കുക, CRRT എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. ഇതൊരു 24 hour ഡയാലിസിസ് പ്രോസസ് ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. ഇവിടെ ഏതുപോലെ തന്നെയാണ് ഹീമോ ഡയാലിസിസ് പോലെ തന്നെ, പക്ഷെ ഇവിടെ റീപ്ലേസ്മെന്റ് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ചു ബോഡിയിലോട്ട് കടത്തിവിടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഡയാലിസിസിന്റെ മെയിൻ ഭാഗങ്ങൾ കഴിയാണ് കേട്ടോ. ഓക്കെ, നിങ്ങളിത് വായിച്ചു നോക്കണം കേട്ടോ. കൺമ്യൂട്ട് ചെയ്യാണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബോറടിച്ചോ നിങ്ങക്ക്? ബോറടിച്ചോ? ഓക്കെ, ബോറടിച്ചില്ല അല്ലെ? ഇത് ചിലപ്പോ ഞാനിങ്ങനെ റേഡിയോ പോലെ സംസാരിച്ചോണ്ടിരിക്കും, എനിക്ക് ഇങ്ങനെ ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ചോദിച്ചേട്ടാ. അത് ശരി കേട്ടോ. നമുക്ക് മൺഡേ കാണാം. ശരി, താങ്ക് യു.